പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലുണ്ടായ കോൺഗ്രസ് പ്രതിഷേധത്തിൽ തിരുവനന്തപുരത്തെ കെപിസിസി ആസ്ഥാനത്തേക്ക് ബിജെപി നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. പ്രതിഷേധത്തിനിടെ ബിജെപി സംസ്ഥാന അധ്യക്ഷനും എംഎൽഎയുമായ രാജീവ് ചന്ദ്രശേഖറിന് നേരെയും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. PS വിനയ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം അത് രാജ്യത്ത് കലാപാഹ്വാനം ലക്ഷ്യമിട്ടാണ്. അതിനു പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് BJP ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ KPCC ഓഫീസിലേക്കുള്ള BJPയുടെ പ്രതിഷേധ മാർച്ച്. BJPക്കൊപ്പം തന്നെ യുവമോർച്ച, ABVP തുടങ്ങിയ സംഘടനകളുടെ നേതാക്കളെ എല്ലാം തന്നെ ഈ മാർച്ചിൽ BJP പങ്കാളികളാക്കി. BJPയുടെ 3 MLA-മാർ, സംസ്ഥാന അധ്യക്ഷനടക്കം 3 MLA-മാർ, മുതിർന്ന നേതാക്കളായിട്ടുള്ള കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ്, അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറിമാർ, ഇവരെല്ലാം തന്നെ ഈ മാർച്ചിൽ അണിനിരന്നു. രാജീവ് ചന്ദ്രശേഖറാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ രാഹുൽ ഗാന്ധിയുടെ അപ്പൂപ്പന് സാധിക്കില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. KPCC ഓഫീസിന്റെ മുൻഭാഗത്ത് വലിയ തോതിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് ഈ മാർച്ച് തടഞ്ഞു. പലതവണ ഈ ബാരിക്കേഡുകൾ മറികടക്കാനായി പ്രവർത്തകർ ശ്രമിച്ചു. അത് വലിയ സംഘർഷത്തിലേക്കും നയിച്ചു. മൂന്ന് വട്ടം ആണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. നിരവധി പ്രവർത്തകരോട് പോലീസ് മോശമായി പെരുമാറി എന്നുള്ളൊരു ആരോപണം കൂടി BJP ഉന്നയിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും വലിയ തോതിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് BJP പറയുന്നത്. എന്തായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി പ്രതിഷേധ മാർച്ച് നടത്തുക എന്നുള്ളത് സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു സംഭവമല്ല. അത്തരമൊരു സംഭവത്തിനാണ് ഇന്ന് തിരുവനന്തപുരം സാക്ഷ്യം വഹിച്ചത്. ജയകുമാറിനൊപ്പം PS വിനയ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.